ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഹലോ മലയാളം ആരംഭിച്ചതല്ലേ. ഇന്ന് സംഗീത ദിനമാണ് എന്നുള്ളത്. അതിനൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ദിവസം കൂടിയാണ് ഇന്നാണ് അന്താരാഷ്ട്ര യോഗാ ദിനം. ഈ യോഗയുടെ ആരോഗ്യ നേട്ടങ്ങളെക്കുറിച്ച് ലോകമെമ്പാടുമുള്ള ആളുകളെയൊക്കെ ബോധവൽക്കരിക്കാനാണ് ഈ ദിവസം ലക്ഷ്യമിടുന്നത് തന്നെ. ഏകലോകത്തിനും ആരോഗ്യത്തിനും യോഗ എന്നതാണ് ഈ വർഷത്തെ യോഗാ ദിനാചരണത്തിന്റെ പ്രമേയം. ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് 191 രാജ്യങ്ങളിലാണ് യോഗാ ദിനം സംഘടിപ്പിക്കുന്നത്. ഇന്ത്യ ലോകത്തിന് നൽകിയ സംഭാവനയാണ് യോഗ. മാനസികവും ശാരീരികവുമായ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ ഉപാധി. സംസ്കൃത പദമായ യുജ് എന്ന വാക്കിൽ നിന്നാണ് യോഗ എന്ന വാക്കുണ്ടായത്. ചേരുക, സംവദിക്കുക, യോജിക്കുക എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം. ഇത് ശരീരത്തെയും മനസ്സിനെയും ആത്മീയതയും പരസ്പരം ബന്ധിപ്പിക്കുന്നു. തിരക്കും മത്സരവും വ്യാകുലതയും നിറഞ്ഞ ആധുനിക കാലത്ത് മനുഷ്യന്റെ വർദ്ധിച്ചു വരുന്ന മാനസിക പിരിമുറുക്കത്തെ നിയന്ത്രിക്കാനുള്ള വ്യായാമ രീതി എന്നതിലുപരി ഒരു ജീവിത ശൈലി കൂടിയാണ് യോഗ. ഏകലോകത്തിനും ആരോഗ്യത്തിനും യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പതിനൊന്നാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുന്നത്. രാജ്യത്തെ 1 ലക്ഷത്തിലധികം കേന്ദ്രങ്ങളിൽ ഇന്ന് യോഗാഭ്യാസ പരിപാടികൾ നടക്കും. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തു നിന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിപാടിക്ക് നേതൃത്വം നൽകും. വിശാഖപട്ടണത്തെ RK ബീച്ചിൽ നിന്ന് ഭോഗപുരം വരെ നീളുന്ന 26 കിലോമീറ്റർ ഇടനാഴിയിൽ ഒരേ സമയം 5 ലക്ഷം പേർ യോഗാഭ്യാസത്തിൽ പങ്കെടുക്കും. സെപ്റ്റംബർ 27 ഐക്യരാഷ്ട്രസഭയുടെ 69ാമത് വാർഷിക പൊതുയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അന്താരാഷ്ട്ര യോഗാ ദിനം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത്. ഡിസംബർ 11 ലോകരാഷ്ട്രങ്ങളുടെ അംഗീകാരത്തോടെ ഐക്യരാഷ്ട്രസഭ ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി പ്രഖ്യാപിച്ചു. 2015 ആദ്യമായി അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചത്. കഴിഞ്ഞ വർഷം ലോകവ്യാപകമായി 24.5 കോടി ആളുകളാണ് യോഗാ ദിനാചരണത്തിൽ പങ്കെടുത്തത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.